വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും എൻ്റെ വായിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ പുക പോകുന്നുണ്ട്. തണുപ്പ് കാരണം കേട്ടോ. ഇവിടെ -1 എന്തോ ആണ്. രാവിലെ ഇപ്പോൾ ഒരു ഏകദേശം സമയം 7:30 ആയിട്ടുണ്ടാവും. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് എൻ്റെ ഒരു സ്പെഷ്യൽ ന്യൂസ് പറയാൻ വന്നതാണ്. ഞാനും ഏട്ടനും ഒരുപാട് ദിവസങ്ങളായിട്ട് കഷ്ടപ്പെട്ട് ഞങ്ങൾ രണ്ടുപേർക്കും കൂടെ വേണ്ടിയിട്ടൊരു കപ്പിൾ റൂം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് താക്കോല് വാങ്ങിക്കാനായിട്ട് പോവാണ്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമുണ്ട് ഇന്ന് ഈ കാര്യം നിങ്ങളോട് പറയാനും കൂടെ ആയിട്ട്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ അത്രത്തോളം ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കപ്പിൾ റൂം എടുക്കണം എങ്ങനെയാണെന്നും അതുപോലെ തന്നെ അതിൻ്റെ ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണ് നമ്മൾ ഫേസ് ചെയ്യാന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഈ ബ്ലോഗിൽ എന്തായാലും പറഞ്ഞു തരാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ ബാൽക്കണിയിൽ നിന്നിട്ടാണ് നിങ്ങളോട്, അതായത് എൻ്റെ ഇപ്പോൾ പഴയ സബ്ലെറ്റ് വീടിൻ്റെ ബാൽക്കണിയിൽ നിന്നിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബാക്ക്ഗ്രൗണ്ടിൽ വണ്ടി പോകുന്നതിൻ്റെ കുറച്ച് സൗണ്ടുകൾ നിങ്ങൾക്ക് കേൾക്കാൻ. എൻ്റെ ഇപ്പോൾ മൈക്കില്ല, അപ്പോൾ അതുകൊണ്ടാട്ടോ ഒരു സൗണ്ട് ഡിസ്റ്റർബൻസ് വരുന്നത്. വീടിൻ്റെ അകത്ത് വീട്ടിലേക്ക് ഏട്ടൻ്റെ അമ്മയും എല്ലാവരെയും വിളിച്ച് എൻ്റെ പാരൻസിനെയൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ ഇന്ന് കീ വാങ്ങിക്കാൻ പോകുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അകത്ത് നിന്ന് അതുകൊണ്ടാട്ടോ ഇൻട്രോ എടുക്കാതിരുന്നത്. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ നമുക്ക് പോണ വഴിക്ക് കേൾക്കാം. വരും. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല. ജർമ്മനിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് നമുക്കിവിടെ റൂം കിട്ടുക എന്നുള്ളത്. അത് ഒറ്റയ്ക്ക് താമസിക്കാനുള്ള റൂം കിട്ടുന്നതിലും ബുദ്ധിമുട്ടാണ് നമ്മൾ ഹസ്ബൻഡും വൈഫുമായിട്ട് ഇങ്ങോട്ടേക്ക് താമസം മാറുമ്പോൾ റൂം കണ്ടുപിടിക്കാനുള്ള ടാസ്ക്. ഹസ്ബൻഡിനും വൈഫിനും കൂടെ നമ്മൾ താമസിക്കാൻ വേണ്ടി ഇവിടെ വീട് നോക്കുമ്പോഴേക്കും നമ്മളുടെ രണ്ടുപേരുടെയും സാലറി സ്റ്റേറ്റ്മെൻറ്റ്സും അതുപോലെ തന്നെ നമ്മൾ ജർമ്മനിയിലേക്ക് വരാൻ നേരത്തിട്ട ബ്ലോക്ക്ഡ് അക്കൗണ്ടിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസും എല്ലാം നമ്മൾ ഇവർക്ക് കൊടുക്കണം. അതെല്ലാം കൊടുത്തിട്ടും നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയാൽ പോലും ഇവർ വേറെ എന്തെങ്കിലും വിസയുടെ ഇഷ്യൂസോ കാരണങ്ങളോ പറഞ്ഞിട്ട് നമുക്ക് വീട് തരാതിരിക്കാനാണ് ഇവിടെയുള്ളവർ മാക്സിമം നോക്കാറ്. അതുകൊണ്ട് കപ്പിളായിട്ട് ജർമ്മനിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പാർട്ട്മെൻറ്റ് നാട്ടിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഈവൻ ദോ നമ്മളത് പെട്ടെന്ന് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വരുമ്പോൾ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഈ അപ്പാർട്ട്മെൻറ്റ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ സിറ്റി രജിസ്ട്രേഷൻസോ ടാക്സ് ഐഡിയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടില്ല. വീട് നമുക്ക് നമ്മുടെ സ്വന്തം പേരിൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ രജിസ്ട്രേഷൻസും കാര്യങ്ങളും ഒക്കെ നമുക്കിവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ കപ്പിൾ അപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച കുറച്ച് ആപ്സ് ഞാൻ ഇവിടെ കൊടുത്തേക്കാമേ. നിങ്ങൾ ആരെങ്കിലും ജർമ്മനിയിലേക്ക് വരുന്നവരുണ്ടെങ്കിൽ ഈ ആപ്പുകളിൽ കൂടെ നോക്കി നിങ്ങൾക്ക് വീട് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളുടെ പുതിയ വീട്. അതായത് ഞാനും ഏട്ടനും കൂടെ താമസിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കോൺട്രാക്റ്റിന് കിട്ടിയ വീട്. ഈ വീട് 1945 സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ടൈമിൽ കൺസ്ട്രക്ട് ചെയ്ത ഒന്നായിരുന്നു. അതിനുശേഷം 1977 ഇത് അവർ ചെറുതായിട്ടൊന്ന് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് വീണ്ടും അവർ റിനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ കണ്ടില്ലേ, ഏകദേശം 80 വർഷം പഴക്കമുള്ള വീടാണ് ഞങ്ങൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ജർമ്മനിയിലെ വീടുകളുടെ കൺസ്ട്രക്ഷൻ അത്രയ്ക്ക് അടിപൊളി ആയതുകൊണ്ട് എത്ര വർഷം കഴിഞ്ഞാലും എത്ര വേൾഡ് വാറുകൾ കഴിഞ്ഞാൽ പോലും ഇത് അങ്ങനെ തന്നെ നിൽക്കുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഐശ്വര്യമായിട്ട് ഈ വീടിൻ്റെ താക്കോൽ ഇതിൻ്റെ ഓണറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുവാണ് കേട്ടോ. താക്കോല് തന്നതിന് ശേഷം പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം ക്ലിയർ ആയില്ലേ എന്ന് പുള്ളിക്കാരി എന്നോട് ഒന്നും കൂടെ കൺഫേം ചെയ്യുമായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ഇനി നിങ്ങൾക്ക് ഈ വീടിൻ്റെ ഒരു ഹോം ടൂർ ആണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. ഇതാണ് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കയറി വരുന്ന വഴി. ഇവിടെ നിന്ന് കയറി മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ താമസിക്കുന്നത്. താഴത്തെ നിലയിൽ ഈ വീടിന് 2 റൂംസും ഒരു കിച്ചണും ഒരു വാഷ്റൂമും ആണ് ഉള്ളത്. താഴത്തെ ഫ്ലോറിൽ ഇപ്പോൾ വേറെ താമസക്കാരൊന്നും വന്നിട്ടില്ല. ഈ വീടിൻ്റെ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ആരും തന്നെ ഇപ്പോൾ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളുടെ വീട് കാണാനായിട്ട് മുകളിലേക്ക് പോവാം. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ ആദ്യം കാണുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. ഇവിടെ ഒരു പഴയ ട്രങ്ക് പെട്ടിയും ഒരു തയ്യൽ മെഷീനും ഇരിപ്പുണ്ട്. 1945 കൺസ്ട്രക്ട് ചെയ്ത വീടായതുകൊണ്ട് തന്നെ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഇവർ അതേപോലെ തന്നെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോഴേക്കും നമുക്ക് ഇവിടെ വീണ്ടും ഒരു തയ്യൽ മെഷീനും കാണാം. അതുപോലെ ഇവിടെ ഒരു പഴയ റേഡിയോയും ഒരു കബേർഡും നമുക്കിവിടെ ഉണ്ട്. ഞങ്ങൾക്ക് ഈ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ആദ്യം ഞങ്ങൾക്ക് വേറൊന്നും കാര്യമായിട്ട് വാങ്ങിക്കേണ്ടി വന്നില്ല. ഒരു കട്ടിലും ബെഡും മാത്രമാണ് ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വന്നത്. ബാക്കി എല്ലാ സാധനങ്ങളും ഓൾമോസ്റ്റ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പൊതുവെ ജർമ്മനിയിൽ നമ്മൾ കപ്പിൾസായിട്ട് താമസിക്കാൻ എടുക്കുന്ന വീട്ടിൽ ഒന്നും തന്നെ ഫർണിച്ചേഴ്സ് ഉണ്ടാവില്ല. അത് ഫുൾ അൺഫർണിഷ്ഡ് ആയിരിക്കും. നമ്മൾ തന്നെ സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യണം. ഇത് പഴയകാലത്തൊരു വീടായതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല. ഇവിടെ അത്യാവശ്യം ഫർണിച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, ഈ കാണുന്നതാണ് ഞങ്ങളുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ. ഇതാ തൊട്ടടുത്ത് കാണുന്നതാട്ടോ ബസ് സ്റ്റോപ്പ്. ഇവിടുന്ന് നമ്മളിങ്ങനെ വരുമ്പോഴേക്കും ഞങ്ങളുടെ റൂം ഇങ്ങനെ 2ആയിട്ടാട്ടോ സ്പ്ലിറ്റ് ചെയ്ത് കിടക്കുന്നത്. ഇതാണ് മെയിനായിട്ട് നമുക്ക് കട്ടിലും കാര്യങ്ങളൊക്കെ ഇടാനുള്ള സെക്ഷൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്തായിട്ട് വീണ്ടും ഒരു പാർട്ടീഷൻ പോലെ സെപ്പറേറ്റ് ചെയ്ത് അവർ കൊടുത്തിട്ടുണ്ട്. ഈ രണ്ടാമത്തെ സെക്ഷനിൽ ഇവർ നമുക്കൊരു അലമാര പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട്. ഇത് ഭയങ്കര പഴയൊരു അലമാരയാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് ജസ്റ്റ് കാണാം.
അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴേക്കും നമുക്ക് മൂന്നാമതൊരു ഭാഗവും കൂടി ഇവിടെ ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുവാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു ബാൽക്കണി കാണാം. ഇതും ഈ തൊട്ടപ്പുറത്ത് കാണുന്നതും ഈ വീടിൻ്റെ ഒരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെയാണ് കേട്ടോ. ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോഴേക്കും നമുക്ക് നമ്മുടെ വീടിൻ്റെ വാഷിംഗ് മെഷീൻ റൂമും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാം. നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിൽ മൊത്തം 2 വാഷ്റൂംസ് ആണ് വരുന്നത്. അതിൽ ആദ്യത്തെ വാഷ്റൂമാണ് ദാ ഈ കാണുന്നത്. വാഷ്റൂമിൻ്റെ നേരെ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഡൈനിങ് റൂം വരുന്നത്. സ്റ്റെപ്പിൻ്റെ അവിടെ നമ്മളിങ്ങനെ കയറി വരുമ്പോൾ തന്നെ നേരെ കാണുന്നത് വാഷ്റൂമും അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ഫസ്റ്റത്തെ ഈ റൂമാണ് നമ്മളുടെ ഡൈനിങ് റൂം. ഇവിടെ നമുക്ക് കുറച്ച് പേർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ചെറിയ സെറ്റപ്പ് ഇവിടെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് വീണ്ടും കുറച്ചൊരു 10-16 പേർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ചും കൂടെ വലുതായിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ ഉണ്ട്. ഇവിടെ ഒരു കബേർഡ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ചും കൂടെ അധികം പേർക്ക് ഇരിക്കാൻ വേണ്ടി അവർ ബെഞ്ചും ചെയേഴ്സും ഒക്കെ ആയിട്ട് കുറച്ചും കൂടെ വലുതാക്കി ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ചധികം ഫർണിച്ചേഴ്സും ഉണ്ട്, നമുക്ക് ഗ്ലാസും പ്ലേറ്റ്സും ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു പഴയ ക്ലോക്ക് ഉണ്ട്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമുക്ക് ഒരു വാഷ്റൂം അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതായത് ഇവിടെ ഒരു പഴയ പെയിൻറ്റിംഗ് ഒക്കെ നമുക്ക് കാണാം. പിന്നെ ഇത് പണ്ടത്തെ കാലത്ത് ഷൂ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു മെഷീനാണ്. ഇതെന്തിനാണ് ഇവരിവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും അപ്പം ഇതാണ് പണ്ടത്തെ കാലത്ത് ഷൂ ഉണ്ടാക്കുന്ന ഒരു മെഷീൻ. കുട്ടികളുടെയും വലിയ ആൾക്കാരുടെയൊക്കെ ഷൂ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമ്മളിങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു വാഷ്റൂമും കൂടെ ഉണ്ട് ഇവിടെ. അത് ഞാൻ കാണിച്ചു തരാം. ഇനി നമ്മൾ പോകുന്നത് കിച്ചൻ്റെ വശത്തേക്കാണ്. ഇത് കംപ്ലീറ്റ്ലി പുതിയതായിട്ടുള്ള ഒരു കിച്ചണാണ് കേട്ടോ. ഇത് അവർ പഴയകാലത്തെ കിച്ചണൊക്കെ മാറ്റി കൺസ്ട്രക്ട് ചെയ്ത്. അതായത് ഇവിടെ നമുക്കൊരു ഫ്രിഡ്ജുണ്ട്. ഇത് കൂടാതെ നമുക്ക് വേറൊരു ഫ്രിഡ്ജും കൂടെ ഉണ്ട് തൊട്ടിപ്പുറത്ത് തന്നെ. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ കാണുന്നത് മൈക്രോവേവ് ഓവനാണ്. ഇതിൻ്റെ തൊട്ട് താഴത്തെ ഇതിലാണ് നമുക്ക് വേറൊരു ഫ്രിഡ്ജും കൂടി ഇവർ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്ക് ഇവർ ഇതിൻ്റെ അകത്തൊരു ഡിഷ് വാഷറും കൂടെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. ഞാനത് ഈ വീഡിയോയിൽ കാണിക്കാനായിട്ട് മറന്നുപോയി. ഈ ഡ്രോയേഴ്സിൽ ഒരെണ്ണം ഡിഷ് വാഷറാണ്. പിന്നെ അത് കൂടാതെ നമുക്കിവർ ഇലക്ട്രിക് സ്റ്റൗ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോഴേക്കും ഇവിടെ ഒരു 3-4 പേർക്ക്, അതായത് ഫാമിലി മെമ്പേഴ്സിന് മാത്രമായിട്ടുള്ള ടൈമിലൊക്കെ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ടുള്ളൊരു സെപ്പറേറ്റ് സെക്ഷനും കൂടെ ഇവരിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ നമ്മുടെ കിച്ചൺ. നമുക്ക് ഒരുപാട് പേരായിട്ട് വരുമ്പോൾ മാത്രം നമുക്ക് ഈ ഡൈനിങ് ഏരിയയിൽ സെപ്പറേറ്റ് ആയിട്ട് വന്നിരുന്ന് കഴിക്കാം. അല്ലാതെ നമുക്ക് ഫാമിലിയിലുള്ളവർ മാത്രമാണെങ്കിൽ നമുക്ക് ആ ചെറിയ ഡൈനിങ് ഏരിയ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള ഞങ്ങളുടെ പുതിയ വീടിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ വീടൊന്നും മൊത്തത്തിൽ സെറ്റാക്കി എടുക്കണം. ഇപ്പം നമുക്കിവിടെ കട്ടിലും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ഞങ്ങളുടെ സാധനങ്ങളൊന്നും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ കാണുന്നത് ഒരു ലെറ്റർ ബോക്സ് ആണ് കേട്ടോ ഗൈസ്. ആണ് ഇതിൽ കൂടെ ലെറ്റർ ഇട്ട് കഴിഞ്ഞാൽ അത് ഇവിടെ വന്ന് കിടക്കും. നമ്മളിവിടുന്ന് കളക്ട് ചെയ്യണം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ പുതിയ വീടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ ഈ വീട്ടിൽ മൊത്തത്തിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഷിഫ്റ്റായി കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഹോം ടൂർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ ടൈനി ഹാപ്പിനെസ് ബൈ ഗോപിക. ബൈ.